ഹലോ ഗൈസ്, മൗനരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹരനെ നോക്കി രാഹുൽ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ ദേഷ്യം വന്നിട്ട് സരി പറയാണ്, വാ മുന്നോട്ട് നമുക്ക് ഇവിടുന്ന് പോവാം, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനി ഓരോന്ന് പറയുന്നതും കൂടെ കേൾക്കേണ്ട വരുമെന്ന് പറയുമ്പോൾ മനോഹർ പറയുന്നു, സാരമില്ല മോളു, അച്ഛൻ അസുഖമായിട്ടല്ലേ, എന്നാൽ വാ നമുക്ക് കുഴപ്പമില്ല മുകളിലോട്ട് പോകാമെന്നും പറഞ്ഞ് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന റൂമിൽ ചെന്ന് ശാരി ഇന്ന് സംഭവിച്ച കാര്യമൊക്കെ ഓർത്ത് ആ കൂടെ വിഷമിച്ചിരിക്കുവാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് കിരൺ ശാരിയുടെ ഫോണിലോട്ട് വിളിക്കുവാണ് കേട്ടോ. അപ്പോൾ ശാരി പറയുന്നുണ്ടോ, എൻ്റെ പൊന്നെ ഇനി ഇവൻ എന്തിനാണാവോ വിളിക്കുന്നത് എന്നോർത്ത് ടെൻഷൻ അടിച്ച് ഫോൺ എടുക്കുമ്പോൾ ശാരിയോട് കിരൺ പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ ഒന്ന് കാണണം, ആരും ഇല്ലാത്തപ്പോൾ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് വരണം, അർജൻറ്റാന്ന് പറയും. അപ്പോൾ ശാരി പറഞ്ഞു, ഞാൻ എങ്ങനെയും വരാൻ നോക്കാമെന്ന് പറയുമ്പോൾ കിരൺ പറഞ്ഞു, നോക്കിയാൽ പോരാ, വരണം എന്ന് പറയുമ്പോൾ ശാരി മനസ്സിൽ ഇവൻ്റെയൊക്കെ ഓരോരോ എൻ്റെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പിറുപിറുത്ത് അവിടെ ചെല്ലുവാണ് കേട്ടോ. അപ്പോൾ കിരൺ ഇങ്ങനെ ശാരീനെ വെയിറ്റ് ചെയ്തിരിപ്പുണ്ട്. അത് കഴിയുമ്പോഴത്തേക്കും ശാരിയോട് ഇങ്ങനെ പറയുന്നുണ്ട്, എങ്ങനെ ഉണ്ടായിരുന്നു മോളുടെ ബർത്ത്ഡേ ആഘോഷം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശാരി കുഴപ്പമില്ലായിരുന്നു മോനെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നിൽക്കുവാണ്. അപ്പോഴേക്കും ശാരിയോട് പറയുന്നുണ്ട്, ഞാനൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയിട്ട് വന്നതെന്ന് പറയുമ്പോൾ ശാരി വയ്ക്കുന്നുണ്ട്, മോക്കിപ്പോഴും അവളോട് ഇഷ്ടമൊക്കെ ഉണ്ടല്ലേ എന്ന് പറയും, ഞാൻ മേടിച്ച ഗിഫ്റ്റൊന്നും അല്ല, താരാൻ്റെ മേടിച്ച ഗിഫ്റ്റാണ്. സ്വന്തം മകൾക്ക് ഗിഫ്റ്റ് കൊടുക്കാനുള്ള അധികാരമെങ്കിലും അവർക്ക് വേണ്ട ജീവിതത്തിൽ. അവരായിട്ട് മകളെ ഇട്ടിട്ട് പോയതല്ലല്ലോ എന്തായാലും. നിങ്ങളുടെ ഹസ്ബൻഡ് സ്വന്തം മോളെ കൊണ്ടുപോയതല്ലേ, അപ്പോൾ പിന്നെ ആ ഒരു അവകാശമെങ്കിലും അമ്മയ്ക്ക് വേണ്ടേ. ഇത് താരാൻ്റെ മേടിച്ച മാലയാണ്, ഇത് നിങ്ങൾ എന്തേലും പറഞ്ഞാൽ സരയുവിന് ഇട്ട് കൊടുത്തേ പറ്റുള്ളൂ എന്ന് പറയണം കേട്ടോ. ഇതൊന്നും ശാരിക്ക് അത്ര ദഹിക്കുന്നില്ല. എന്നാലും കിരണിൻ്റെ മുമ്പിൽ നല്ലപോലെ അഭിനയിക്കുവാണ് കേട്ടോ. ഇട്ട് കൊടുത്തോളാം മോനെ എന്നൊക്കെ പറഞ്ഞ്. അതൊക്കെ കഴിയുമ്പോൾ കിരൺ പറയുവാണ്, ഞാനെന്തായാലും പോവാം, നിങ്ങളിത് ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാൻ തുടങ്ങുമ്പോഴത്തേക്ക് ശാരി ടെൻഷൻ അടിച്ചിട്ട് വന്നാലും, മോനെ ഒരിക്കലും ഇത് അവൾ അറിയരുത്, പിന്നെ ഞാനിത് എന്ത് പറഞ്ഞു കൊടുക്കും എന്നിങ്ങനെ ചോദിക്കുമ്പോഴേക്കും പറയും, നിങ്ങൾക്കാണോ കള്ളം പറയാൻ ബുദ്ധിമുട്ട്, പിന്നെ അവളറിയുന്നത് ഞങ്ങളുടെ വായിന്ന് അറിയുന്ന ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങളായിട്ട് ആരും പറയുകയില്ല, കല്യാണി എന്നേലും പറയത്തില്ല, അതെൻ്റെ വാക്കാന്ന് പറയുകയാണ്. നിങ്ങൾ എല്ലാവരും കൂടെ എൻ്റെ അച്ഛനോടും അമ്മയോടും ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇപ്പം നിങ്ങളെ അനുഭവിക്കുന്ന ഒന്നും അല്ല എന്നൊക്കെ പറയുവാണ് കേട്ടോ. പിന്നെ മനോഹറിൻ്റെ കൂടെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ ഇവിടുന്ന് പോകാൻ നോക്കുന്നുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും കിരൺ ഇങ്ങനെ ചിരിക്കുവാണ്. ഇതൊക്കെ കാണുമ്പോൾ ശാരി മനസ്സിൽ പറയുന്നുണ്ട്, ഇവൻ കളിയാക്കുവാണോ ഇനി എന്നൊക്കെ പറയുവാണ്. കിരൺ എന്നിട്ട് അവിടെ നിന്ന് പോവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന സരയു മനോഹർ കഴിഞ്ഞ ദിവസം മേടിച്ചു കൊടുത്ത ചെയിനൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശാരി മുറിയിലോട്ട് വന്നിട്ട് പറയും, എന്നാൽ മോളെ മോക്കൊരു ഗിഫ്റ്റ് അമ്മ മേടിച്ചാന്ന് പറഞ്ഞ് കൊടുക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും സരയു ഭയങ്കര സന്തോഷത്തോടെ, ഇത് നെക്ലേസ് ആണല്ലോ, അമ്മയ്ക്ക് കാശുണ്ടായിരുന്നോ എന്ന് ചോദിക്കും, പറയും ഞാൻ കുറച്ച് മാറ്റി വെച്ചതിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ ശാരി പറയും, മോക്ക് ഇത് കുഴപ്പമില്ല, ഞാൻ ഓർത്ത അത്ര ഭംഗിയൊന്നും ഇല്ലയെന്ന് പറയുമ്പോൾ സരി പറയും, അതല്ല, ഇത് നല്ല ഭംഗിയുണ്ട്, ഞാനിതുവരെ ഇട്ടതിൽ ഏറ്റവും നല്ല ഭംഗിയുള്ള മാല ഇതാ, അമ്മ എത്ര കറക്റ്റായിട്ട് എനിക്ക് വേണ്ടി മേടിക്കുമെന്ന് ഓർത്തില്ല എന്ന് പറഞ്ഞു. എന്നാൽ അമ്മയ്ക്ക് ഒരു ഉമ്മ എന്നൊക്കെ പറഞ്ഞ് ഉമ്മയ്ക്ക് കൊടുക്കണം കേട്ടോ. അപ്പോൾ ശാരി മനസ്സിൽ ചിന്തിക്കുക, മോളുടെ സ്വന്തം അമ്മ മേടിച്ചതല്ലേ, ഞാൻ മേടിച്ചതല്ലോ എന്നൊക്കെ ഓർത്ത് ശാരിക്ക് പെട്ടെന്ന് സങ്കടം വന്ന് പുള്ളിക്കാരി പൊട്ടിക്കരയുവാണ് കേട്ടോ. ഇത് കണ്ട് സരി ചോദിക്കും, എന്തിനാ അമ്മ കരഞ്ഞു ഇപ്പോൾ എന്ന് ചോദിക്കാൻ പറയും, ഒന്നുമില്ല, അച്ഛൻ്റെ അവസ്ഥയൊക്കെ ഓർത്ത് പകുതി സ്വത്തും പോയി, നമ്മുടെ എല്ലാം കൊണ്ടും കഷ്ടകാലമാണല്ലോ എന്ന് പറയും, ബാക്കി പകുതി സ്വത്തുണ്ടല്ലോ, അത് ആൻറ്റി എനിക്ക് തരുമായിരിക്കും. അമ്മ പറഞ്ഞ കറക്റ്റല്ലേ, ആൻറ്റി അഭിനയിക്കുക തന്നെയല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പം പെട്ടെന്ന് ഇങ്ങനെ ശാരി തപ്പുവാണ് കേട്ടോ. എന്നിട്ട് പറയും, അതേ മോളെ, ആ റെക്കോർഡിംഗ് ആണെന്ന് അവിടെ കണ്ടില്ല, പക്ഷേ രൂപയുടെ സംസാരമൊക്കെ കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് ആക്ടിങ് ആണെന്ന് തന്നെയാണ് തോന്നിയതെന്ന് പറയുവാണ്. പിന്നെ കാണിക്കുന്നത് രൂപയും CS കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ പറയും, എന്തായാലും സാരമില്ല, എല്ലാം ഇങ്ങനെയൊക്കെ ആയി, നമുക്കിനി എല്ലാവർക്കും ഒരു സ്ഥലത്ത് വീടൊക്കെ വെച്ച് താമസിക്കാം, താരയ്ക്കൂടെ അവിടെ വന്ന് നിൽക്കാം, ഇനിയിപ്പോൾ സോണീനെയും കിരണിനെയൊക്കെ മക്കളായി കാണാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ CS പറയുമ്പോഴും നമ്മുടെ രൂപ പറയാണ്, നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരി പ്രസവിച്ചതല്ലേ, ഇത്രയും നാൾ മോൾക്ക് വേണ്ടി ജീവിച്ച ഒരു അമ്മയാണ്, അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അതിന് പകരമാവുമല്ലോ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിച്ചുകൊണ്ടാണ് കേട്ടോ. ആ സമയത്ത് നമ്മുടെ സറിയും മാലയൊക്കെ വെച്ച് നോക്കുന്നുണ്ട്. അത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.